കേരളത്തിൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ സർപ്രൈസ് ഉണ്ടാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഗുരുവായൂരിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എങ്ങനെയാണ് മുന്നേറ്റം നടക്കുന്നത്? 2009 മുതൽ തിരുവനന്തപുരത്ത് ഭയങ്കര മുന്നേറ്റമല്ലേ? ആ മുന്നേറ്റം പിന്നെ നമ്മൾ വേറെ എവിടെയാ കണ്ടത്? കോർപ്പറേഷൻ ഇന്ന് വരെ പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ ആരോടായി കണക്ക് പറയുന്നത്? അതൊക്കെ ചുമ്മാ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കണക്ക്. ജനങ്ങൾക്ക് വ്യക്തികളിൽ കാലത്തിന് അനുസൃതമായ സമീപനത്തിലൂടെ അവരുടെ മാറ്റങ്ങൾ ഇത്തവണത്തെ ഞാൻ 2 പ്രാവശ്യം പോയിട്ടില്ല. സർപ്രൈസസ് ഉണ്ടാവും. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾക്ക് എത്ര കിട്ടും, കോൺഗ്രസിന് എത്ര കിട്ടും? നിങ്ങൾ വലിയ എല്ലാ രാഷ്ട്രീയത്തെയും അനലൈസ് ചെയ്യുന്നവരില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 137 നമ്പർ ബൂത്തിലാണ് സുരേഷ് ഗോപി വോട്ട് ചെയ്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കേരളത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ബിജെപി നിർണായക ശക്തിയാകുന്ന കാഴ്ചയാകും ഇത്തവണ കാണാൻ കഴിയുക. വളരെ ഭക്തിയാദരവോടെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ ഗുരുവായൂരപ്പന് നന്ദിയുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മാറ്റത്തിനായുള്ള ജനങ്ങളുടെ ആഗ്രഹം വോട്ടായി മാറുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ബിജെപി നേതൃത്വം. എല്ലാവരും പ്രസ്താവന കൊണ്ടുപിടിച്ചിറക്കുകയാണ്. എല്ലാവർക്കും പറയാനുള്ള അവകാശമുണ്ട്. പറയുന്നവർ പറയട്ടെ. പക്ഷേ ജനനിശ്ചയം എന്നത് ഇതിനെയൊന്നും ആധാരമാക്കിയാകില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എൻഡിഎയുടെ ഭരണമികവ് ദേശവ്യാപകമായി അംഗീകരിക്കപ്പെടും. അതേസമയം ശോഭാ സുരേന്ദ്രനെതിരെ പാലക്കാട് ഉയർന്ന ആരോപണങ്ങളെ സുരേഷ് ഗോപി തള്ളിക്കളഞ്ഞു. ഇതെല്ലാം രാഷ്ട്രീയ ശത്രുക്കൾ മെനഞ്ഞെടുത്ത വെറും പൊറാട്ട നാടകങ്ങൾ മാത്രമാണ്. വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് ബിജെപിയുടെ വിജയസാധ്യതയെ തകർക്കാൻ കഴിയില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എൻഡിഎ സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണനും സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നു.